ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ വചന സന്ദേശം ഒരു ചോദ്യത്തോടു കൂടി ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് മരണം? സ്വന്തം മരണത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കാത്തതായി ആരും തന്നെ ഉണ്ടാകില്ല. മരണശേഷം നമ്മുടെ ശരീരങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? മരണശേഷം ഒരു ജീവിതമില്ല എന്നും നമ്മുടെ ശരീരങ്ങൾ വീണ്ടും ഉയർക്കുകയില്ലെന്നും വാദിക്കുന്ന പലരെയും ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനുള്ള മറുപടിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമുക്ക് നൽകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 22-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ ഇതിന് ഉത്തരം നൽകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത്, അതായത് 23-ാം അധ്യായം മുതലുള്ള ഭാഗത്ത്, ഈശോ അവസാന നാളുകളെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും നൽകുന്ന പ്രഭാഷണങ്ങളും ഉപമകളുമാണ് പ്രമേയം. ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രധാന പശ്ചാത്തലം ഒരു സംവാദമാണ്. ഈശോ തന്റെ പീഡാനുഭവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ഇപ്പോൾ ഈശോ ജെറുസലേമിലാണ്. അവിടെ ഫരിസേയരും സദുക്കായരും ഈശോയെ ചോദ്യത്തിൽ വാക്കിൽ മുട്ടിക്കുവാൻ വരുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് അതിൽ സദുക്കായ വിഭാഗത്തെയാണ് നാം കാണുന്നത്. സദുക്കായരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അവർ യഹൂദ മത വിഭാഗത്തിലെ ഒരു പ്രത്യേക വിഭാഗമാണ്. പഴയ നിയമത്തിലെ തോറ, അതായത് മോശയുടെ പുസ്തകങ്ങളിൽ ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെ ആ പുസ്തകങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് ഈ സദുക്കായർ. മാലാഖമാർ, പുനരുത്ഥാനം, മരണാനന്തര ജീവിതം എന്നിവയിൽ വിശ്വസിക്കുന്നവരല്ല ഈ സദുക്കായർ. ഇവിടെ ഈ സദുക്കായരാണ് ഈശോയുടെ ചോദ്യം ചോദിക്കാൻ വരുന്നത്. അവർ 7 സഹോദരന്മാരുടെയും ഒരു ഭാര്യയുടെയും കഥ പറഞ്ഞുകൊണ്ട് ഈശോയുടെ ചോദ്യം ചോദിക്കുന്നു. പക്ഷേ അവർക്ക് തെറ്റി. അവരുടെ അബദ്ധ ചിന്തയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈശോ ചോദിക്കുന്നു. അവരോട് ഇപ്രകാരം പറയുകയാണ്: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു എന്ന്. മത്തായി 22:29. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള തെറ്റുകൾ സംഭവിക്കാം. ദൈവിക കാര്യത്തെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ ശരിയായ അറിവില്ലാതെ താൻ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന അബദ്ധ നിമിഷങ്ങൾ. ഇവിടെ സദുക്കായരോട് ഈശോ മറുപടി നൽകുന്നത് അവർ വിശ്വസിക്കുന്ന പുറപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായം 6-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇവിടെ ദൈവം ഇപ്രകാരം മോശയോട് അരുളി ചെയ്യുന്നു: ഞാൻ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് എന്ന്. മോശയുടെ കാലങ്ങൾക്ക് മുമ്പ്, 400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരാണ് യാക്കോബും ഇസഹാക്കും അബ്രാഹവുമായ പൂർവ്വപിതാക്കന്മാർ. എന്നിട്ടും മോശയ്ക്ക് ഹോരബ് മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം അരുളി ചെയ്തത് താൻ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ആണ് എന്നാണ്, ആയിരുന്നു എന്നല്ല. അതായത് അവർ ഇന്നും ജീവിക്കുന്നു എന്നാണ് ഈശോ ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. വിശുദ്ധരും അപ്രകാരം ജീവിക്കുന്നവർ തന്നെയാണ്. അവർ ദൈവസന്നിധിയിൽ ഇന്നും ജീവിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾ, അവർ ഈ ജീവനിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ്. വീണ്ടും പുനരുത്ഥാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്ന സദുക്കാരുടെ ചോദ്യത്തിന് ഈശോ ഇപ്രകാരമാണ് മറുപടി നൽകുന്നത്: അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. അതായത് മാലാഖമാർ ഉണ്ട് എന്നും മരണശേഷം നമ്മുടെ ശരീരങ്ങൾ വീണ്ടും ലോകാവസാനത്തിൽ മഹത്വമുള്ള ശരീരങ്ങൾ പോലെ ആയിരിക്കും എന്നാണ് ഈശോ ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ ജീവിതത്തിൽ ഭൂമിയിലുള്ള ബന്ധങ്ങളെക്കാൾ ദൈവവുമായുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം. മരണശേഷം ഒരാത്മാവ് എത്രയും വേഗം ദൈവവുമായുള്ള ദൈവസ്നേഹ ബന്ധത്തിൽ ആയിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും പരമമായ ലക്ഷ്യം. അതിനാൽ തന്നെ മനുഷ്യരായ നമുക്ക് ഒരു പ്രധാന കർത്തവ്യമുണ്ട്: അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. സീറോ മലബാർ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ദരഹാകാലത്തിലെ അവസാന വെള്ളിയാഴ്ച നാം മരിച്ചവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ദിവസമാണ്. തിരുസഭ നവംബർ മാസം മരിച്ചവരെ പ്രത്യേകമായി അനുസ്മരിക്കാറുണ്ട്. നവംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും കല്ലറ സന്ദർശിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും, അതുപോലെ തന്നെ നവംബർ 2-ാം തീയതി സകല മരിച്ചവരുടെയും ദിനത്തിൽ
കല്ലറ സന്ദർശിച്ച് മരിച്ചവർക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും ഒരു വിശ്വാസ പ്രമാണം കാഴ്ചവെക്കുന്നതും അവർക്ക് വേണ്ടി പൂർണ്ണമായ ദണ്ഡവിമോചനം നൽകുന്ന പ്രാർത്ഥനയാണെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ചെയ്യുന്ന ആൾ പ്രധാനമായും 4 കാര്യങ്ങൾ പാലിക്കണം. അതായത് അയാൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം, 2 വിശുദ്ധ കുംഭധാനം സ്വീകരിക്കണം, 3 ലഘുവായ പാപങ്ങളിൽ നിന്നും പോലും മോചനം നേടി ദൈവവുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധത്തിലായിരിക്കണം, 4 പരിശുദ്ധ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു തൃത്വസ്തുതിയും കാഴ്ചവെക്കണം. ഇപ്രകാരം നമ്മുടെ പ്രാർത്ഥന മൂലം ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്ന ആത്മാവ് നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവായിരിക്കും. ഏലിയാസ് ശ്ലീഹ മൂശാകാലത്തിലെ ഈ അവസാന ആഴ്ചയിൽ സഭാമാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. ഈശോയുടെ 2ാം ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രവൃത്തികൾ ചെയ്ത് സദാ ജാഗ്രതയോടെ ആയിരിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ മറ്റു വായനകളും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതിനാൽ ദൈവവചനത്തെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചിന്താഗതികൾക്ക് അപ്പുറം ശരിയായ അറിവുള്ളവരായിരിക്കാം. നന്മയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. മരിച്ചു പോയവർക്ക് വേണ്ടി നമുക്ക് സദാ പ്രാർത്ഥിക്കുന്നതിൽ ഉത്സുകരായിരിക്കാം. അവരുടെ വേർപാടിൽ നാം ദുഃഖിതരായിരിക്കാം. എന്നിരുന്നാലും നമ്മിൽ നിന്ന് വേർപെട്ടു പോയത് ദുഃഖത്തിന് അപ്പുറം ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആയിരിക്കുവാൻ വേണ്ടിയാണ് അവർ തീവ്രമായി ആഗ്രഹിക്കുന്നത്. അതിനാൽ മനുഷ്യരായ നമുക്ക്, ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.